ചന്തേരി സാരി ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 2 ഡിസൈൻസിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് റേഞ്ചും വളരെ അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. 1799 റേഞ്ചിൽ വന്നിരിക്കുന്ന. ആൻഡ് ഇതിനകത്ത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻസും കൂടി എംബ്രോയിഡേഡ് പാറ്റേണിൽ വന്നിട്ടുണ്ട്. സ്ലബ് വിത്ത് സ്ലബ് വീവ് ചെയ്തെടുത്തേക്കുന്ന ഒരു ചന്തേരി ഫിനിഷിൽ വരുന്ന സാരിയാണ്. അതിൻ്റെ ഒരു ഡിസൈനിൻ്റെ ലുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രീം ടോണിൻ്റെ അകത്ത് ലൈറ്റ് വീവിങ് പാറ്റേണിലാണ് ഇത് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. ഒരു റോസ് ഗോൾഡിൻ്റെ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ആൻഡ് ഫ്ലോറൽ ഡിസൈൻ ഇതിനകത്താണ്. അപ്പോൾ 2 ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉടുത്തിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ഒരു 2 ഫ്ലോറലിൻ്റെ ലുക്കും പിന്നെ നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നതിൻ്റെ അകത്ത് അതും ഫ്ലോറൽ സെയിം കളർ പാലറ്റ്, പക്ഷേ ഡിസൈന് സ്ലൈറ്റായിട്ട് വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. രണ്ടും ഒരേ ലുക്ക് തന്നെയാണ്. പല്ലുമൊക്കെ സിമ്പിളാണ് കേട്ടോ. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊന്നും ഇല്ല, എന്നാലും നമുക്ക് ചന്തേരിയുടെ ഒരു ഫിനിഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈറ്റ് വീവിങ് സ്റ്റൈലാണല്ലോ പൊതുവേ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ലുക്കിൽ വന്നിട്ടുള്ള ബ്ലൗസ്, ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ബ്ലൗസ് ഇത് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചെറിയ സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ഒരു ടിഷ്യൂ ഫീലാണ്. ഗോൾഡൻ ജെറി സ്ട്രൈപ്പ് വന്നിരിക്കുന്ന വീവിങ് സ്റ്റൈലിൻ്റെ വിത്ത് ബോർഡർ പാറ്റേൺ. ആൻഡ് നെക്സ്റ്റ് സാരി ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്ലേസ്മെൻ്റൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന പോലെ തന്നെയാണ്. അപ്പർ പോർഷനിൽ എഡ്ജ് ടു എഡ്ജും ലോവർ പോർഷനിൽ പ്ലീറ്റിൻ്റെ ആ ഒരു മുട്ടിന് താഴോട്ടുമാണ് ഇതിൻ്റെ ആ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. ഈസി ഗുഡ് പ്ലീറ്റ്സ് വിൽ ഗെറ്റ്. ഭയങ്കര ഒട്ടി കിടക്കുന്ന സാരിയല്ല, നമുക്കൊരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു വോളിയം കൂടി കിട്ടുന്ന സാരിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ 1 ലെയറിലൊക്കെ ഇടുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ്. അടുക്കി കുത്തി ഉടുക്കാനാണെങ്കിലും ഒതുങ്ങി തന്നെ ഇരുന്നോളൂ കേട്ടോ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒതുങ്ങി തന്നെ നമുക്ക് ഉടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് ടു ഹാൻഡിലാണ്. വെയിറ്റ് ഒരു മീഡിയം വെയിറ്റിൻ്റെ ആ ഒരു കാറ്റഗറി, വെയിറ്റ് കുറവാണ് ബേസിക്കലി. ആൻഡ് നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസസിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന സാരീസ്. അപ്പോൾ ഞാൻ പെയർ ചെയ്തിരിക്കുന്ന പോലെ പിങ്കിൻ്റെയോ പീച്ചിൻ്റെയോ ഗ്രീനിൻ്റെയോ ഒക്കെ കൂടെ നമുക്കിത് പെയർ ചെയ്യാനും പറ്റും. സോ ചെക്ക് ഇറ്റ് ഔട്ട്. BLD 438ഉം 439ഉം ഉള്ള 2 കോഡ്സിനകത്തായിട്ട് ലിമിറ്റഡ് സ്റ്റോക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ചെക്ക് ഇറ്റ് ഔട്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സൽവാർ സെറ്റ്സിൻ്റെ കളക്ഷനാണ്. ദിസ് ഇസ് ലൈക്ക് ഓൾ ഒക്കേഷണൽ വെയർ. ഭയങ്കര രസമുള്ള വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെയാണ് ഓരോന്നിൻ്റെ അകത്തും വന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. എല്ലാവരും മസ്ലിൻ ഫിനിഷിംഗ് ആണ് കേട്ടോ എല്ലാത്തിനകത്തും വന്നിരിക്കുന്നത്. സോ മൈ പേഴ്സണൽ ഫേവറേറ്റ് ഇസ് ദ വൺ ഐ എം വെയറിങ് റൈറ്റ് നോ. ഒരു റിസ്റ്റ് ലെങ്തിൽ വന്നിട്ടുള്ള സ്ലീവ്സും ആൻഡ് മസ്ലിൻ ഫിനിഷ് ടോപ്പിൻ്റെ അകത്ത് പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ട് പിറ്റായി വർക്ക് ചെയ്തേക്കുന്ന എംബ്രോയിഡറി ഹൈലൈറ്റ്. ഇപ്പോൾ പ്രിൻറ്റിനെ ഹൈലൈറ്റ് ചെയ്തേക്കാണ്. ആൻഡ് ഇതിനകത്ത് ലൈൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ടോപ്പാണ് കേട്ടോ. ദുപ്പട്ടയും മസ്ലിൻ ഫിനിഷിൽ തന്നെയാണ്, ബോട്ടവും സെയിം. അപ്പോൾ ദുപ്പട്ടയിൽ ഈ ഒരു ഡിജിറ്റൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ലുക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഇത് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് നല്ല പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ. 2499 പ്രൈസ് റേഞ്ച് വരുന്നുള്ളൂ. സോ ഇറ്റ്സ് എ സ്റ്റൈലിഷ് ലുക്ക് ആൻഡ് ഇറ്റ് ജസ്റ്റ് ക്യാരി ഇറ്റ് നൈസ്ലി ആൻഡ് ഇറ്റ്സ് ഡൺ. ഭയങ്കര രസമുള്ള ഒരു ലുക്കാണ്. ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലുക്കാണ് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത്, സോളിഡ് ഫാബ്രിക്കിൻ്റെ അകത്ത്. ആൻഡ് ഈ ഒരു പ്രിൻറ്റിനെയും പ്ലേസ്മെൻറ്റും കൂടെ ആയതുകൊണ്ട് ഇറ്റ് മേക്സ് ഇറ്റ് മോർ ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ സ്ലീവ്സിൻ്റെ 2 പോർഷനിൽ വരുന്നുണ്ട്. ടുവേർഡ്സ് മൈ ലെഫ്റ്റ് സൈഡ് നമുക്ക് ആ ഒരു ഗ്രാജുവലായിട്ട് ഒരു L ഷേപ്പിലാണ് അതിൻ്റെ പ്ലേസ്മെൻറ്റ് വന്നിരിക്കുന്നത്. ടുവേർഡ്സ് റൈറ്റ് ദർസ് നോ പ്രിൻറ്റ് ഓർ ഹൈലൈറ്റ് ഇൻ ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ ടൈ വർക്കിനകത്ത് തന്നെ നമുക്ക് ഗോൾഡൻ ജർദോസിയും സിൽവർ ജർദോസിയും വന്നിട്ടുണ്ട്. അതിൻ്റെ കോമ്പിനേഷൻ വിത്ത് ബീഡിങ്സ് ആസ് വെൽ. ദിസ് ഇസ് ദി ഫസ്റ്റ് ലുക്ക്. FW 160 FW176 എന്ന കോഡിലാണിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നമുക്കിനി ഓരോന്നായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. നെക്സ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത് അതും ഇതുപോലെ തന്നെ ഒരു സെയിം മെറ്റീരിയൽ ബേസിലാണ് വരുന്നത്. ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് സെയിം ഫ്ലാറ്റ് ഫ്രണ്ടും ബാക്ക് ഇലാസ്റ്റിക്കും ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഹെം ലൈനിലൊരു കുഞ്ഞ് ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് സിമ്പിളായിട്ടുള്ള ലുക്കാണ്. ഇതിനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. നെക്ക് ഇസ് ഹൈലൈറ്റഡ്. അപ്പോൾ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന റൗണ്ട് നെക്കാണ്. ഇതിനകത്തൊരു കർവ് ട്രീ പാറ്റേണിൻ്റെ അകത്ത് നെക്കിനെ എംബ്രോയിഡറി ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. ആൻഡ് ദിസ് ഇസ് എ പ്രിറ്റി എംബ്രോയിഡറി ഡീറ്റെയിൽ. ആൻഡ് സ്ലീവ്സ് അതെല്ലാം ഡ്രേപ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇതാണ് എൻ്റെ സ്ലീവ്സിൻ്റെ ലുക്ക് വരുന്നത്. ലോ പോർഷനിലോട്ടാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഫുള്ളായിട്ട് കൊടുത്തേക്കുന്നത്. പ്രിൻറ്റിനെ എംബ്രോയിഡറി സീക്വൻസ് യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. ബ്യൂട്ടിഫുൾ ലുക്ക്. ആൻഡ്
ഇതിനകത്ത് ഷിഫോൺ ദുപ്പട്ടയാണ് കേട്ടോ, പ്രിൻറ്റഡ് ഷിഫോൺ ദുപ്പട്ടയാണ് യൂസ് ചെയ്തേക്കുന്നത്. സെയിം പ്രിൻ്റ് തന്നെയാണ്. ക്രഷ്ഡ് ആയിട്ടുള്ള ഫീല് വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുകയും കൂടെ ചെയ്യും കേട്ടോ. ദിസ് ഇസ് ദി ലുക്ക്. സ്ലിപ്പായി പൊയ്ക്കൊണ്ടിരിക്കുക. ഇറ്റ്സ് എ വെരി സോഫ്റ്റ് മെറ്റീരിയൽ. ദിസ് ഇസ് ദ സെക്കൻഡ് വൺ. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. ഇത് FW173 ആണ്. 2999 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദ നെക്സ്റ്റ് ലുക്ക്. And this is a slightly grayish tone. It's a beautiful print. ഇതിനകത്ത് നെക്ക് ലൈനിലാണ് ആ ഹൈലൈറ്റഡ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ കളർ പാലറ്റ്. സെയിം ഇത് തന്നെയാണ് അതിൻ്റെ ബോട്ടം ഫിനിഷിങ് സെയിം തന്നെ. ഇതിനകത്ത് പോക്കറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് ഇതാണ് അതിൻ്റെ ദുപ്പട്ട ഒരു സെമി ഓർഗൻസ ഫിനിഷിങ്ങിലാണ്. 3299 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. FW172 സെമി ഓർഗൻസ ദുപ്പട്ട വിത്ത് ഇതും സെമി ഓർഗൻസ തന്നെയാണ് കേട്ടോ. സോറി, ഞാൻ നേരത്തെ മസ്ലിൻ പറഞ്ഞോ എന്നൊരു ഡൗട്ട്. സെമി ഓർഗൻസയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സ്ലീവ്സ് വിത്ത് ഔട്ട് ലൈനിങ്, ടോപ്പ് ലൈൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വിത്ത് എംബ്രോയിഡറി. ഇതും ഹാൻഡ് എംബ്രോയിഡറി ഹൈലൈറ്റ് തന്നെയാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതെല്ലാം ഞാൻ ഇന്ന് ആക്ച്വലി എടുത്തേക്കുന്ന ആ ഒരു ക്രീമി ഓഫ് വൈറ്റ് ഗ്രേ ഭയങ്കര ലൈറ്റായിട്ട് വന്നിരിക്കുന്ന ഒരു പാലറ്റാണ് ചെയ്തേക്കുന്നത്. ഇത് ടിഷ്യൂലാണ് നെക്സ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ദുപ്പട്ട ഫ്ലോറൽ ഡിസൈൻ, മുഗൾ ഇൻസ്പയർഡ് ടൈൽഡ് പാറ്റേണിനകത്തൊക്കെ വരുന്ന പോലത്തെയുള്ള ഒരു പ്രിൻ്റാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ അകത്ത് എംബ്രോയിഡറി ഹൈലൈറ്റ് ലൈറ്റായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റഡഡ് പാറ്റേൺ സ്കാറ്റേഡ് ആയിട്ട്. ആൻഡ് നെക്ക് ലൈൻ റൗണ്ട് വിത്ത് എ വി പാറ്റേൺ. എംബ്രോയിഡറി ആണ്. ഫുൾ സെർദോസിയും ത്രെഡ് വർക്കിൻ്റെ ആയിട്ടുള്ള കോമ്പിനേഷനാണ് കേട്ടോ. ഭയങ്കര രസമുള്ള ലുക്കാണ്. ആൻഡ് സ്ലീവ്സ് വിത്ത് ഔട്ട് ലൈനിങ്ങാണ് വന്നിരിക്കുന്നത്. ടോപ്പ് ലൈൻഡ് ആയിട്ടാണ് വരുന്നത്. സെയിം ബോട്ടം ഫിനിഷിങ്. ആൻഡ് ഇതിൻ്റെ അകത്ത് പോക്കറ്റ്സ് വരുന്നുണ്ട്. അത്യാവശ്യം വലിയ പോക്കറ്റാണ് കേട്ടോ. സോ ബ്യൂട്ടിഫുൾ സെറ്റ്സ്, ചെക്ക് ഇറ്റ് ഔട്ട്. എല്ലാത്തിൻ്റെയും കോഡും പ്രൈസും നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. FW170 2999 റേഞ്ചാണ് ലാസ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത്. ഡിഫറെൻറ്റ് കെസിയ വീവിങ് പാറ്റേൺസിൽ വന്നിട്ടുള്ള ടസർ സൽവാർ സെറ്റ്സ് നമ്മൾ കുറച്ച് കളർ വേരിയൻസും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഓരോന്നായിട്ട് കാണാം. ഒരു 5000 അപ്പോൾ റേഞ്ച് വന്നിരിക്കുന്ന സെറ്റ്സാണ് കേട്ടോ. നല്ല ടസേഴ്സാണ്. ആൻഡ് അതിൻ്റെ പാറ്റേൺസും ഒക്കെ ഭംഗിയാണ്. ടോപ്പും ദുപ്പട്ടയും ടസറിലും. ആൻഡ് ദെൻ ഇതിൻ്റെ PV ബോട്ടമാണ് നമ്മൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹെഡ് ടു ടോ സിംഗിൾ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ വളരെ ടോളായിട്ടുള്ള ഫീൽഡ്, സ്മാർട്ടായിട്ടുള്ള ഒരു ബോട്ടം ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് കാണാം കേട്ടോ ഓരോന്നായിട്ട്. അപ്പോൾ ഇതിനകത്ത് സോളിഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ സൈഡ്സിൽ കൊടുത്തിട്ട് സെൻറ്റർ പാനലിൻ്റെ അകത്തൊരു വീവിങ് വിത്ത് ബാസ്ക്കറ്റ് വീവിങ്ങിൻ്റെ അകത്ത് സീക്വൻസും കൂടെ കൊടുത്ത് ചെയ്തേക്കാം. സ്മാർട്ടാണ് കേട്ടോ. ആൻഡ് ലോവർ ഹെമ്മിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ലൈൻ വീവിങ് പാറ്റേൺ കെസിയയിൽ ചെയ്തിട്ടുണ്ട്. കെസിയ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു നോവൽറ്റി യാൺസ് അവിടെ ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വീവ് ചെയ്തെടുത്തേക്കുന്നതാണ്. ബ്യൂട്ടിഫുൾ വയലറ്റ് ഷെയ്ഡ്. നല്ല ഒരു ടോൺ ഓഫ് ഭയങ്കര ഭംഗിയുള്ള കളറാട്ടോ. നല്ല രസമുണ്ട്. ഇച്ചിരി നല്ലൊരു ഡിഫറെൻറ്റ് ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ട്. ദിസ് ഇസ് വൺ കളർ. കളറിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. നല്ല വേരിയേഷൻ ഉണ്ടെന്നാണ് ഇവിടെ നിന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡാർക്കറാണോ ലൈറ്ററാണോ കാണുന്നതിനെക്കാട്ടിലും? കുറച്ച് ഇത് ആക്ച്വലി കാണുന്നതിൻ്റെ അത്ര ബ്ലൂയിഷ് ഷെയ്ഡ് അല്ല കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വയലറ്റ് ടോണിലായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡാണ്. അപ്പോൾ എന്തോ ഒരു ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം, ലൈറ്റ് അവിടെ നിന്ന് വരും. നമ്മൾ ഡേ ലൈറ്റ് വരുന്നുണ്ട്, എന്നാലും ഒരു ചെറിയ വേരിയേഷൻ വരുന്നുണ്ട് കേട്ടോ. സോ ദിസ് ഇസ് ദി ബോട്ടം. ഫുൾ ലുക്ക് വരുന്ന ഇതാണ്. ആൻഡ് ഇനി ഇതിൻ്റെ സെയിം ലുക്കിൽ വന്നിട്ടുള്ള ഒരു ഓലിവ് ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. അതിനകത്ത് ബോട്ടം പെയർ ചെയ്തിരിക്കുന്ന ടോണുമായിട്ട് ചെറിയ വേരിയേഷൻ ഉണ്ട്. അത് കുറച്ചൊരു യെല്ലോവും കൂടെ വന്നിട്ടുള്ള ഒരു ഡബിൾ ഷെയ്ഡാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. യെല്ലോ അല്ല, ആക്ച്വലി അത് ലെമൺ യെല്ലോയുടെ കൂടെ ഒരു റെഡും കൂടി ചേർന്നിട്ടുള്ള ഒരു ഡബിൾ ഷെയ്ഡാണ് എൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. ടോപ്പും ദുപ്പട്ടയും ഓലിവ് ഷെയ്ഡിലാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. ബാക്ക് സൈഡിലെ വീവിങ് സ്റ്റൈല് പ്ലെയിൻ ആണ് കേട്ടോ, സോളിഡ് വീവിങ്. And this is the front look with the same dupatta,
ദുപ്പട്ടയിൽ നമുക്ക് ആ സ്ക്വയർ മോട്ടിഫൈഡ് ആണ് എൻ്റെ വീവിങ് സ്റ്റൈൽ വന്നിരിക്കുന്നത്. ആഞ്ചൽ പോർഷനിൽ ടോപ്പിൻ്റെ ഹെം ലൈൻ പോലെയും. So this is the olive shade, and then we have a different pattern. അപ്പോൾ അത് നമുക്ക് എത്രയാണ് പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം കേട്ടോ. സെയിം റേഞ്ച് തന്നെയാണ്, 5109 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ബോട്ടം ഇസ് ഇൻ ദിസ് ഷെയ്ഡ് ആൻഡ് ഇതിൻ്റെ ടോപ്പും ദുപ്പട്ടയും എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ടോപ്പും ദുപ്പട്ടയും ഏകദേശം സെയിം വെയിറ്റ് തന്നെയാണ് കേട്ടോ. ദാസ ഫാബ്രിക്കിന് ആണ് എൻ്റെ ദുപ്പട്ട ആൻഡ് ടോപ്പ് സിമിലർ ആണ്. വേരിയേഷൻ വന്നിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിം പാറ്റേണിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടോണിൽ വന്നിട്ടുള്ള ത്രെഡ് ഇൻട്രൊഡ്യൂസ്, ഇതിനകത്ത് റെഡും ബ്ലാക്കിൻ്റെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സോ ദിസ് ഇസ് ദി ലുക്ക്, വെരി സിമിലർ. പക്ഷേ അതിൻ്റെ ലോ പോർഷനിലൊക്കെ നമുക്ക് ആ ഒരു ഡാർക്കറായിട്ട് ആ ടോൺസ് കാണാൻ പറ്റുന്നുണ്ട്. സ്ലബ് യാൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ദാറ്റ് വാസ് ലാവൻഡർ and then we have a beautiful peachy orange shade. It's a beautiful color. Bottom and the top inde look varunathu ഇതാണ്. ഭയങ്കര ഭംഗിയുള്ള കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്ന ഷെയ്ഡിന് വളരെ ക്ലോസറാണ്. പക്ഷെ ഞാൻ ഇട്ടിരിക്കുന്ന ചന്തേരിയും ഈ വരുന്ന ലുക്ക് ടസറുമാണല്ലോ, അപ്പോൾ അതിൻ്റെതായ ഒരു ടോൺ വേരിയേഷനാണ്. വെരി ക്ലോസ് ടു ദ ഷെയ്ഡ് ഐ എം വെയറിങ്. ദിസ് ഇസ് ദി ദുപ്പട്ട. പ്രിറ്റി ലുക്ക്. അപ്പോൾ ഇത് റൗണ്ട് സീക്വൻസ് ആണ്, ഇതിനകത്തൊരു മാറ്റ് ഫിനിഷിങ്ങിലെ സീക്വൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ ഫൈനലി വി ഹാവ് എ പിസ്ത ടോണിൽ വന്നിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് ടോൺ വരുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് ഈ ഒരു ടോണാണ്. അപ്പോൾ ക്ലോസ് ടു ദ ഷെയ്ഡ് നല്ല മാച്ചിങ്ങിലാണ് വന്നിരിക്കുന്നത്. ലൈറ്റർ ആണ് എന്നാലും ക്ലോസ് ടു ഷെയ്ഡ്. ആൻഡ് ഇതിൻ്റെ ടോപ്പ് വന്നിരിക്കുന്ന ലുക്ക് ഇതാണ്. നല്ല കളർ, എല്ലാം നല്ല കളേഴ്സാണ്. അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി ഇന്നത്തെ കളക്ഷൻ്റെ. ദിസ് ഇസ് ദി ദുപ്പട്ട. അപ്പോൾ ACT 1216ഉം ACT 1217ഉം എന്നുള്ള രണ്ട് കോഡ്സിൻ്റെ അകത്ത് വളരെ സിമിലർ ആയിട്ടുള്ള പാറ്റേൺ ആണ്. ചെറിയൊരു വേരിയേഷൻ. എല്ലാത്തിൻ്റെയും ഡ്രൈവ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട്. റെഡി ടു ഡിസ്പാച്ച് ആണ് കേട്ടോ.